തോന്നുന്ന ഒരു ആദ്യത്തെ ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ 20 ദിവസം കഴിഞ്ഞപ്പോൾ കാഞ്ചനമാല എന്ന് പറഞ്ഞതൊരു ശരിക്കുള്ള വ്യക്തി. കാഞ്ചനേടത്തിനെ ഞാൻ ആദ്യത്തെ ദിവസം ഷോട്ടിൻ്റെ മുമ്പേ വിളിച്ചു, അനുഗ്രഹം ചോദിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാഞ്ചനേടത്തിനോട് സംസാരിക്കുന്നത് സിനിമ റിലീസായതിന് ശേഷമാണ്. കാര്യം എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങളാണ്. സ്വന്തം ഇപ്പം എൻ്റെ ജീവിതമായിരുന്നു ഞാൻ ഷെയർ ചെയ്തിരുന്നതെങ്കിൽ ദ മിനിമം ദാറ്റ് ഐ വുഡ് എക്സ്പെക്ട് ഫ്രം പീപ്പിൾ ഇസ് ഇനി ഇതിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാവാൻ പാടില്ല എൻ്റെ ജീവിതത്തിൽ. ഞാനത് എൻ്റെ ജീവിതം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അതിന് കാണിക്കുക, ബഹുമാനം കാണിക്കുക, അതിന് കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കുക എന്നുള്ളതാണ്. എനിക്ക് അത് കാരണം തന്നെ എൻ്റെ റിസർച്ച് ഭാഗത്തിൽ പോലും കാഞ്ചനേടത്തിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുക്കത്ത് ചെന്നു, എല്ലാവരെയും കണ്ടു. അവരുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട് അവിടെ, മൊയ്തീൻ സേവാ മന്ദിർ. അവർ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയുണ്ട് അവിടെ. കാഞ്ചനേടത്ത് ഇപ്പോഴും അവരുടെ 75-ാം വയസ്സിൽ മുക്കത്തുനിന്ന് കാലിക്കറ്റിലേക്കും പല സ്ഥലത്തേക്കും ബസ് പിടിച്ചു പോയി ഡൊണേഷൻസിൻ്റെ കാര്യം നോക്കി വളരെ ആക്റ്റീവായിട്ടും വളരെ പ്രൊആക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ബിറ്റർനെസ്സിനുകൊണ്ട് പാകപ്പെട്ടൊരു വ്യക്തിത്വമാണ്. ഒരിക്കലും നമുക്ക് മുറിവ് ഏൽപ്പിക്കാം, അത്രയും വൾണറബിളാണ്, സെൻസിറ്റീവാണ്. പക്ഷേ പുറത്തൊന്നും അത് കാണിക്കാത്തൊരു സ്ത്രീയുമാണ്. അത് നമുക്ക് ഒരു പ്രാവശ്യത്തെ ആദ്യത്തെ മീറ്റിങ്ങിൽ മനസ്സിലാവും. ഞാൻ ഒരുപാട് ചോദ്യങ്ങളായിട്ടാണ് ചെന്നത്. ഞാനൊരു പുസ്തകവും പെന്നും എല്ലാം ഇരുന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി മറക്കുക തന്നെ ചെയ്തു. ആകെ ഒരു കാര്യം മാത്രം ഞാൻ ചോദിച്ചത്, എനിക്ക് കത്തുകളൊന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കത് കാണിച്ചു തരുകയും ചെയ്തു. ആ കത്തുകൾ കണ്ടോടെ എനിക്ക് ഏകദേശം എൻ്റെ എല്ലാ ഉത്തരങ്ങളും കിട്ടി അവരുടെ പ്രണയത്തിനെ പറ്റിയിട്ട്. ഒന്നും മനസ്സിലാവില്ല, അവരുടെ ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ അവർക്ക് വേണ്ടി കാഞ്ചനേടത്തി സൃഷ്ടിച്ച ലാംഗ്വേജാണത്. അതൊന്നും മനസ്സിലാവില്ല കണ്ടാൽ. ഷോർട്ട് ഹാൻഡിൻ്റെയും വേറെ എന്തൊക്കെയോ ലിപികളുടെ ഒരു മിക്സാണ്. പക്ഷേ അതിൻ്റെ ഒരു ലെവൽ കണ്ടു കഴിഞ്ഞാൽ 5-6 പേജസ് ആയിരിക്കും മിനിമം ഒരു ലെറ്റർ. അപ്പോൾ ആ ലെറ്ററിൽ അവർ എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്തിരിക്കുക എന്നുള്ളത് ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് അവരുടെ സൗഹൃദത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു അംശമെങ്കിലും എനിക്ക് കിട്ടി. അത് വെച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ തിരിച്ചു പോയി വർക്ക് ചെയ്തത്. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ഒരു സീനിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടെത്തിയ ഒരു പീസ് ഓഫ് മ്യൂസിക് ആയിരിക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വേൾഡ് റിനൗണ്ട് മ്യൂസീഷ്യൻ്റെ ഏതെങ്കിലും സിനിമേൻ്റെ സൗണ്ട് ട്രാക്ക് ആയിരിക്കും. അത് കേട്ട് ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ സെറ്റായിരിക്കും, ആ ദിവസത്തെ ടോൺ എനിക്ക് സെറ്റായിരിക്കും. അല്ലെങ്കിൽ ചില ദിവസം ഞാൻ കാത്തിരുന്നിൻ്റെ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കും വരുന്നത്. അത് ചിലപ്പോൾ വർക്ക് ആയിരിക്കും. ചില ദിവസം എത്ര പാട്ടുകൾ ഞാൻ പലതി നോക്കിക്കഴിഞ്ഞാലും എനിക്കതൊരിക്കലും സെറ്റാവില്ല. ചിലപ്പോൾ ആ ദിവസം എനിക്ക് മൗനമായിരിക്കും എൻ്റെ സംഗീതം, ആ സിനിമയുടെ ഒരു ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ ലിവ് ഫോർ. എല്ലാ ദിവസത്തെയും ചാലഞ്ച് എങ്ങനെ ആ കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ സീൻ. ചില ദിവസങ്ങളിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാകുന്നത് ഒരു ദിവസം എടുത്ത സീൻ ചിലപ്പോൾ 20 ദിവസം കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ബാക്കി എടുക്കുന്നത് നമ്മൾ. അപ്പോൾ എങ്ങനെ ആ ക്യാരക്ടറിന്, എസ്പെഷ്യലി അമ്മയുമായിട്ടുള്ളൊരു സീനുണ്ട് അതിൽ, അതിൻ്റെ പകുതി നമ്മളെടുത്ത് ഒരു ദിവസം, പകുതി എടുത്ത് 20-25 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് ആദ്യം വിമൽ ചോദിച്ചത് അന്ന് എടുത്ത എഡിറ്റിൻ്റെ ഭാഗം പാർവതിക്ക് കാണണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒന്നാമത് ഞാൻ ഒരിക്കലും എൻ്റെ ടേക്ക് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് എൻ്റെ ഷോട്ട് പോയി കാണാത്ത ആളാണ്. കാര്യം എനിക്ക് എൻ്റെ മുഖമോ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചതോ എൻ്റെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട്. സോ അതൊരു വലിയ ചാലഞ്ചായിരുന്നു. കാര്യം ഒരു 25 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ പോലും ഇല്ല അന്ന് ഉപയോഗിച്ച ടെക്നീക്ക് എനിക്ക് 25 ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല. സോ അന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ക്രൂ എനിക്ക് തന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് അതിലേക്ക് പതുക്കെ കയറി പിന്നെയും ഒരു 3-4 ടേക്കിൽ അത് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സോ സംഗീതം ഞാൻ പലപ്പോഴും പോയി ഒരു രക്ഷ തേടുന്ന ഒരു താവളമാണ്. പക്ഷേ ചില സമയത്ത് അതും കൈവിടുന്ന നിമിഷങ്ങളുണ്ടാവും. തമാശ തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴും സിനിമ കണ്ടിറങ്ങുന്ന പലവരും ഓൾഡർ ജനറേഷനിലുള്ള ആൾക്കാർ, അവരിപ്പോൾ പോലും ചിലവരെ മുസ്ലിങ്ങളെന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അവരെ വ്യക്തികളായിട്ടല്ല വിളിക്കുക. ചിലവരെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ. അവർ ഒരു പള്ളിപ്പെരുന്നാൾ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പെരുന്നാളിൻ്റെ ഒരു സെലിബ്രേഷൻ പുറത്തിറക്കുമ്പോഴോ വേറെ മതത്തിൽപ്പെട്ടവർ മറ്റുള്ളവരെ വിളിക്കുന്നത് ഈ പേര് വിളിച്ചിട്ടാണ്. അവരുടെ വ്യക്തിത്വം, അവരുടെ ജീവിതം, അവരെന്ന് പറഞ്ഞ വ്യക്തിയുടെ ശരിക്കുള്ള പേര് അതൊന്നും അവിടെ വരുന്നില്ല. അവരൊരു ജാതിയോ മതമോ മാത്രമായി മാറുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഹയർ ആയിട്ടും അത് അല്ലെങ്കിൽ പ്രണയിക്കുക, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വിഷമമുള്ള കാര്യമൊന്നുമല്ല. അതിനേക്കാളും വിഷമമുള്ള കാര്യമാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വെറുക്കുക എന്ന് പറയണത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അതിനൊരു വലിയൊരു ഐ ഹോപ്പ് എന്നെൻ്റെ മൊയ്തീനിലുള്ള പ്രണയത്തിനെ എത്രത്തോളം ആഘോഷിക്കുന്നോ അത്രത്തോളം
മനസ്സിലാക്കും കൂടെ വേണം ഇത് റിയലായിട്ട് നടന്നൊരു കാര്യമാണെന്ന് പറയുമ്പോൾ അയ്യോ അവരുടെ പ്രണയം എന്നുള്ളത് മാത്രമല്ല, അവരെ ഇങ്ങനെ വേർപിരിച്ചിട്ടുള്ളതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന വെപ്പണാണ്, മതം ജാതി എന്ന് പറഞ്ഞു ഉപയോഗിക്കുന്ന വെപ്പണാണ്. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മൾ അത് മാറ്റുക. നമ്മുടെ ദൈവവിശ്വാസം എന്നുള്ള പറഞ്ഞ കാരണം എന്തൊരു ഓപ്പോസിറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. ദൈവത്തിനെ വിശ്വസിക്കുന്നു, ദൈവത്തിനെ പേടിക്കുന്നു, പക്ഷെ അതെടുത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. എനിക്കതൊരിക്കലും മനസ്സിലാവാത്തതാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ വളരെ പീസ്ഫുള്ളാണ്, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയിൽ എല്ലാം നിങ്ങളാണെന്ന് പറഞ്ഞ് ദൈവത്തിനോട് കൈകൂപ്പുന്ന അതേ സമയം കൊണ്ട് മറ്റുള്ളവരെ വാക്കാൽ പ്രവർത്തിയാൽ അതേ മതം ഉപയോഗിച്ച് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇക്വേഷൻ തന്നെയാണ്. സോ എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നിൻ്റെ മൊയ്തീൻ്റെ സക്സസ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കോൺവെർസേഷൻ വരണം. കാഞ്ചനയെടുത്തി ഒരു ശരിക്കും എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയൊക്കെ ജീവിച്ചിരിക്കുന്ന ശരിക്കുള്ളൊരു വ്യക്തിയാണ്, ശരിക്കൊരു മനസ്സുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു രീതിയിലും ഞാൻ ഒരു ഗസ് വർക്ക് അവരെന്തായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് തന്നെ വലിയൊരു അന്യായമാണ്. അതേപോലെ തന്നെയാണ് മാധ്യമപ്രവർത്തകരും ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെയാണ് കാര്യം, സിനിമ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റർടൈൻമെൻറ്റ് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനത് എൻ്റർടൈനിങ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ വളരെയധികം ഒരു 2-2.25 മണിക്കൂർ ഒരു ഇരുട്ടുമുറിയിലിരുന്ന് നമ്മളൊരു സംഭവം കണ്ടുകൊണ്ടിരുന്ന് അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനെ ബാധിക്കും, നമ്മുടെ അല്ലെങ്കിൽ ജീവിതത്തിനെ വീക്ഷിക്കുന്ന രീതിയെ എവിടെയെങ്കിലും ഒന്ന് അതിനൊരു ചെറിയൊരു മാറ്റം, ചെറിയൊരു ഗിയർ ഷിഫ്റ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ ആ ഒരു ലെവലിൽ നമ്മളെ എഫക്റ്റ് ചെയ്യാം ഒരു കലയെ വളരെ ലാഘവത്തോടെ കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ട്രിബ്യൂട്ടാണ്. അപ്പം സിനിമ അതേപോലെ തന്നെ കാണണം. ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ അറിഞ്ഞത് കാഞ്ചന ചേച്ചീനെ പോയി കാണാറുണ്ട്. അത് ചിലപ്പോൾ അവരോടുള്ള ഇഷ്ടം കാരണമായിരിക്കാം, അവർ ഇങ്ങനെ ഒരു വ്യക്തിയെ പ്രണയിച്ചല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ അവർ നേരിട്ട് കാണാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ അവിടെയും നമ്മൾ ഇച്ചിരി സെൻസിറ്റീവ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമയിലൂടെ അത് കാണിച്ചിരിക്കുന്നു, അതിൻ്റെ 1% മാത്രമേ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ പ്രണയത്തിൻ്റെ. പക്ഷേ അവരെ പോയി കാണുമ്പോഴും അവരെ പിന്നെയും നമ്മൾ വീണ്ടും അവരുടെ പഴയ മുറിവുകൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അവർ മൊയ്തീൻ്റെ സേവാമന്ദിരം നടത്തിക്കൊണ്ടുപോകുമ്പോൾ ഉള്ള അവരുടെ ജോലിയെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടാണ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ക്യൂരിയോസിറ്റി ശമനം ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണമെന്നാണ് എൻ്റെ ഒരു സത്യം പറഞ്ഞതൊരു അപേക്ഷയാണ്. കാര്യം ഞാൻ എൻ്റെ റിസർച്ച് ടൈമിൽ പോലും ചേച്ചീനെ പോയിട്ട് ബുദ്ധിമുട്ടിച്ച് ചോദ്യം ചെയ്യാത്തതിൻ്റെ ഒരേ ഒരു കാരണം അവരൊരു വ്യക്തിയാണെന്നുള്ള കാര്യം ഞാൻ മറക്കാൻ പാടില്ല, നമ്മളവരെ ഉപയോഗിക്കാൻ പാടില്ല. അവരായിട്ട് നമ്മൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ്, അവരുടെ ജീവിതമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സിനിമ കണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവിടെയാണ് നമ്മളൊരു എന്താ പറയുക, അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്നുള്ള കേൾക്കാനുള്ള ആഗ്രഹം പോലത്തെ അങ്ങനത്തെ ഒരു സ്വഭാവം വരുന്നത്, ഒരു ഗോസിപ്പ് നേച്ചർ അതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ തരം താഴ്ത്തേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ കണ്ടെന്നിരിക്കാം, പക്ഷെ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ അവരൊട്ടും ബാധ്യസ്ഥയല്ല. That's her life. Maybe we should let her be.